നോട്ട് there. ഞാൻ അവിടെ ഇല്ല. അപ്പോ അമ്മ അവിടെയില്ല. എവിടെയില്ല? ബ്രോ എന്തായാലും ഇവിടെ നിന്ന് ആലോചിക്ക്. കൃത്യസമയത്ത് കമ്പനിക്ക് എന്നില്ലെങ്കിൽ ഇനി അതിനായിരിക്കും പുകില്. ഞാൻ പോയിട്ട് വരാം. നന്ദന പോവാ, നമുക്ക് പോട്ടെ. ഐ ആം നോട്ട് there. ഞാൻ അവിടെയില്ല. അപ്പൊ പിന്നെ അമ്മ എവിടെയാ ഉള്ളത്? ഹലോ, മിസ്റ്റർ ആനന്ദല്ലേ? ആ അതെ. ഞാൻ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടറാണ്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് ഡ്രൈവർ ദാസിന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് എരുത്താവൂർ സ്റ്റേഷനിൽ വെച്ച്. ആ ഓർക്കുന്നുണ്ട് സർ, പറയൂ. പക്ഷേ ഞാനിപ്പോ ആ സ്റ്റേഷനിലല്ല, വട്ടപ്പാറയില. ദാസിന്റെ കേസിന്റെ പ്രാഥമിക അന്വേഷണം ഞാനാണല്ലോ നടത്തിയത്. അതിന്റെ FIR കഴിഞ്ഞ ദിവസമാണ് സബ്മിറ്റ് ചെയ്തത്. എനിക്ക് നിങ്ങളോട് ദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ സർ. അത് നേരിട്ട് സംസാരിക്കാനുള്ളതാ. അതിനെന്താ, ഞാൻ സ്റ്റേഷനിലോട്ട് വരാം. സാറോടെ ഉണ്ടാവില്ലേ? ഞാനിപ്പോ സ്റ്റേഷനിലുണ്ട്. ആഫ്റ്റർനൂൺ ഞാൻ ഫ്രീ ആയിരിക്കില്ല. ശരി, ഞാനൊരു ഹാഫ് ആൻ അവറിൽ അവിടെ എത്താം. ശരി. മതി മതി. എന്താ കുറിപ്പേട്ടത്? ആ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്ന് കഴിച്ചൂടെ? അതൊന്നും വേണ്ട കുഞ്ഞെ, ഇതാ ശീലം. ശരി. കല്യാണി, എന്താ വലിയ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിരുന്നു. നമുക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. നീ വേഗം റെഡിയാവാ. എന്താ പ്രത്യേകിച്ച്? ഒന്നും അറിയില്ല. ദാസേട്ടന്റെ ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് ആ SI വിളിച്ചപ്പോ പറഞ്ഞത്. നീ പെട്ടെന്ന് റെഡി ആയിട്ടോ. ശരി, ഞാനൊന്ന് വാങ്ങി വെച്ചിട്ട്. ശരി. കുറിപ്പേട്ട, ഞാനൊന്ന് പോയിട്ട് വരാം. അയ്യോ, വലിയ ഇത്ര വേഗം റെഡിയായോ? അരമണിക്കൂറിൽ സ്റ്റേഷനിലെത്താന്ന് ഞാൻ SIയോട് പറഞ്ഞതാ. നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ.
ഹലോ ഹലോ, കണ്ണൊന്ന് നേരെ തുറന്നേ. ദേ, വായിലെ കെട്ടഴിക്കാൻ പോവാ ഞാൻ. എന്തെങ്കിലും അഭ്യാസം കാണിക്കാൻ ശ്രമിച്ചാൽ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞ. എന്റെ കയ്യിൽ ക്ലോറോഫോം ഉണ്ട്. പിന്നെ ബോധമില്ലാതെ ഇതിനകത്ത് കിടന്ന് ചാകേണ്ടി വരും. ആഹാരം കഴിക്കേ. കുറുപ്പേ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്ത് തെറ്റ് ചെയ്തു? എന്റെ അഖിലാമേടത്തിനോട് തെറ്റ് ചെയ്താ മതി. അതെന്നോട് ചെയ്യുന്നതിന് തുല്യവാ. വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക അഖിലാമേടം ചമഞ്ഞ്. കുറുപ്പിനാ തെറ്റുപറ്റി. ഞാനോ അഖിലാണ്ടേശ്വരി? പിന്നെ ഒരു അഖിലാണ്ടേശ്വരി വന്നിരിക്കുന്നു. എന്റെ അഖിലാമേടത്തിനെ കണ്ടാലേ എനിക്കറിഞ്ഞൂടെ? കുറച്ചു മുമ്പൂടെ ഞാൻ കണ്ടതാ. കുറുപ്പേ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഞാനൊന്നും എന്റെ കയ്യിലെ കാലിലെ കേട്ടു നഴിച്ചുവിട്. മിണ്ടരുത്. കൂടുതൽ അഭ്യാസം കാണിച്ചാൽ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞ. ഒരു അഖിലാമേടം വന്നിരിക്കുന്നു. എന്റെ അഖിലാമേടത്തെ ചതിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നു. നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ആഹാരം കഴിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ദാനമായി ഇപ്പൊ നിങ്ങളുടെ ജീവൻ. ആഹാരം വേണ്ടെങ്കിൽ വേണ്ട. അവിടെ കിടക്ക്. അവിടെ കിടന്നോ. കല്യാണി, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല വലിയ. എന്താ കല്യാണി, നിനക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ടെൻഷനുണ്ടോ? ഏയ് ഇല്ല, വല്യുവിന് കൂടെ ഉള്ളപ്പോ എനിക്കെന്തിനാ ടെൻഷൻ? എന്നാലും ചോദിക്കുക, എന്നെ കൂടി എന്തിനാ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ, നിന്നെ അറസ്റ്റ് ചെയ്യുന്ന മറ്റേ പേടിയുണ്ടോ? അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓ അങ്ങനെ. നിന്നെ കൂടെ കൂട്ടാൻ എസ്ഐ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ദാസേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫയലുകൾ സൈൻ ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ രണ്ടാമതൊരു വരവ് വേണ്ടല്ലോ. അപകടമരണം ആവുമ്പോ പ്രതികൾ ആരാണെന്ന് നമ്മൾ അറിയണ്ടേ? ചിലപ്പോ പ്രതികളെ കിട്ടിയിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചതാവും.
സർ. ഇത് കേസ് നമ്പർ 6/202 വെച്ചേക്ക്. ശരി സർ. നമസ്കാരം സർ. രണ്ടുപേരും ഉണ്ടല്ലോ, ഇരിക്കെ. ഇരിക്കെ. എനിക്ക് ആഫ്റ്റർനൂൺ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതാ ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എ ക്ലിയർ ആക്സിഡന്റ് ഡെത്ത്. മിസ്റ്റർ ആനന്ദ്, ഒന്ന് വരൂ. എന്താ സർ? മിസ്റ്റർ ആനന്ദ് വൈഫിനെയും കൂട്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കല്യാണിയുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യം പറയാനാണെന്ന് സാറ് അറിയിച്ചതുകൊണ്ട് ഞാൻ കല്യാണിയും കൂട്ടി വന്നത്. വല്ല പേപ്പേഴ്സിലോ ഡോക്യുമെന്റ്സിലോ ഒപ്പിടേണ്ടി വരുമെന്ന് കരുതി. അത് വേണ്ടായിരുന്നു ആനന്ദ്. എന്താ സർ? എന്താ പ്രശ്നം? ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം തൽക്കാലം ആനന്ദിന്റെ വൈഫ് അറിയണ്ട. അതൊക്കെ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാവും. ബൈ ദ ബൈ, അഖിലാണ്ടേശ്വരി മാഡം ഇടയ്ക്ക് കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, കുടുംബ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പറയാം. ഡ്രൈവർ ദാസിന്റെ ആക്സിഡന്റിൽ അന്നേ എനിക്ക് ചില സംശയങ്ങൾ ഫീൽ ചെയ്തിരുന്നു. ദാസിനെ ഇടിച്ചിട്ടിട്ട് പോയ വാഹനത്തെ കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ആ കേസിന്റെ പിന്നാലെ തന്നെയായിരുന്നു. തൊട്ടടുത്ത ബിൽഡിംഗിൽ നിന്നും CCTV ദൃശ്യം എടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ CCTV കേടായിരുന്നു. ഭാഗ്യത്തിന് അത് ശരിയാക്കിയെടുത്തപ്പോ ആക്സിഡന്റിന് ശേഷമുള്ള ഡേ വരെ അത് വർക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ചില എവിഡൻസുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അത് പരിശോധിച്ചപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. സർ, ദാസ് മരണപ്പെട്ട സമയത്ത് അഖില മാഡം ആ സ്ഥലത്തുണ്ടായിരുന്നു. ദ സെയിം സ്പോട്ട്. ആദ്യം എനിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡം ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. തൽക്കാലം ഇക്കാര്യം ആനന്ദിന്റെ വൈഫ് അറിയണ്ട. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണസമയത്ത് ദാസ് മദ്യപിച്ചിരുന്നു എന്ന് അറിയിക്കാൻ വിളിച്ചതായിട്ട് ഒരു കള്ളം പറഞ്ഞാൽ മതി. ഞാൻ ആനന്ദിനെ ആ CCTV ദൃശ്യം ഒന്ന് കാണിച്ചു തന്നേനെ. പക്ഷേ വൈഫ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പറ്റില്ല. എന്റെ ലാപ്പിലാ ഉള്ളത്. സർ, ഞാൻ വിളിക്കാം. ഇപ്പോ ആനന്ദ് വൈഫിനെയും കൂട്ടി പോയിക്കോ. കല്യാണി, പോവാം. സർ, പോവാം. എന്തോ പുതിയതായി ഒന്ന് പുകയുന്നുണ്ടല്ലോ ഇതിനകത്ത്. പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ കണ്ട് ആസ്വദിക്കായിരുന്നു. എന്താ ശിവരാമേട്ടാ? അല്ല, ഈ ടെൻഷൻ കണ്ട് ചോദിച്ചതാ. അച്ഛാ, അരവിന്ദ്, നീ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ടില്ലേ?
അക്കൗണ്ട് ചെന്നില്ല എന്ന് പറഞ്ഞ് സേർജി എന്നെ ഇപ്പൊ വിളിച്ചിരുന്നല്ലോ. ഒരു കാര്യം പറഞ്ഞ ഇത്ര കെയർലെസ് ആയ. അച്ഛാ അതേ അപ്പൊ തന്നെ ചെയ്തല്ലോ. ചെക്ക് ഞാൻ ബാങ്കിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നേരമായിട്ടും സേർജിയുടെ അക്കൗണ്ട് പണം ചെന്നില്ലല്ലോ. അല്ല അതുപോലെ നെറ്റ് പ്രോബ്ലം ആയിരിക്കുമോ? നെറ്റ് പ്രോബ്ലം? അല്ല ഒരു മിനിറ്റ് ഞാനൊന്ന് ബാങ്കിലേക്ക് വിളിച്ചോട്ടെ. ഹലോ. ഹലോ, ഇത് തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ബാങ്കിലേക്ക് എത്തുന്നതേ ഉള്ളൂ സർ. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അല്ല അവിടേക്ക് അയച്ചൊരു ചെക്ക് ഞാൻ അക്കാര്യം പറയാൻ തന്നെയാണ് സർ ഞാൻ വിളിക്കാനിരുന്നത്. കൊടുത്തുവിട്ട ചെക്കിൽ അഖില മേഡത്തിന്റെ സിഗ്നേച്ചർ മാച്ച് ആവുന്നില്ല സർ. വാട്ട്? സിഗ്നേച്ചർ മാച്ച് ആവുന്നില്ലെന്നോ? അതെ സർ. അതുകൊണ്ട് ചെക്ക് ഞങ്ങൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുക. തൃച്ചംബരത്തിന്റെ ചെക്ക് ആയതുകൊണ്ട് എന്തോ മിസ്റ്റേക്ക് പറ്റിയാണെന്ന് മനസ്സിലായി. മറ്റൊരു ചെക്ക് കൊടുത്തുവിട്ടാ മതി. ഞാനത് പാസ്സാക്കി അയച്ചേക്കാം. ഓ ശരി ശരി, ഓക്കെ. അച്ഛാ അമ്മയുടെ സിഗ്നേച്ചർ മാച്ച് ആവുന്നില്ലെന്ന്. അഖിലയുടെ സിഗ്നേച്ചർ മാച്ച് ആകുന്നില്ല? ഏയ് ചേച്ചി എങ്ങനെ ശ്രദ്ധിക്കാതെ ഒന്നും ഒപ്പിടാറില്ല. ഇതാദ്യത്തെ അനുഭവമാണല്ലോ. അച്ഛാ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇവിടെ. അഖില പുറത്തു പോയിരിക്കുകയാണ്. ഞാനൊന്ന് അഖില വിളിക്കാം. ചേച്ചി വന്നല്ലോ. ഞാൻ എല്ലാവരും താഴെ നോക്കി, അവിടെ കണ്ടില്ല. എന്താ എന്തുപറ്റി? ഞങ്ങൾ അഖിലയെ കാത്തിരിക്കുകയായിരുന്നു. എന്താ കൃഷ്ണേട്ടാ? അമ്മേ, അമ്മ സൈൻ ചെയ്ത ചെക്ക് ബാങ്കിൽ എത്തിയപ്പോ അമ്മയുടെ സിഗ്നേച്ചർ ആയിട്ട് മാച്ച് ആവുന്നില്ല. അത്രേ ഉള്ളോ കാര്യം? സാരമില്ല, ഞാൻ വേറെ ചെക്ക് ഒപ്പിട്ടുതരാം. വലിയുഞ്ഞേ, എന്താ കല്യാണി? പോലീസ് സ്റ്റേഷനിൽ വെച്ചും കാറിൽ വെച്ചും എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ആ ഇൻസ്പെക്ടർ വലിയുഞ്ഞിനെ മാറ്റി നിർത്തി പറഞ്ഞതെന്താ?